അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. എന്താണെന്നായിരിക്കും എല്ലാവരും നോക്കുന്നത്. ഇതാണ് സാംസങ് ഗാലക്സി M30S മൊബൈൽ ഫോൺ. ആമസോണിൽ നിന്ന് ഇപ്പോൾ വന്നേ ഉള്ളൂ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പുതിയ ഫോണെന്ന്. അപ്പോൾ ആൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ അൺബോക്സിങ് വീഡിയോയിൽ സാംസങ് ഗാലക്സി M30 മൊബൈലാണ് ഞാനിവിടെ തുറക്കാൻ പോകുന്നത്. ഇതാ ഞാൻ മൊബൈൽ പുറത്തെടുക്കുകയാണ്. ഇതാ സാംസങ്ങിൻ്റെ ബാക്കി എല്ലാ ഫോൺ പോലെ തന്നെ നല്ല ഭംഗിയുള്ള കവറിലൊക്കെയാണുള്ളത്. മുന്നിൽ തന്നെ മൊബൈലിൻ്റെ നല്ലൊരു പിക്ചറും മോഡൽ നമ്പർ M30S എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവറിൻ്റെ ബാക്ക് സൈഡിൽ എന്താണ് നോക്കാം. ബാക്ക് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറയാം. എന്തായാലും ഈ ഫോണിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സിലൊന്ന് വരുന്നതാണ് ഇതിൻ്റെ 6000 mAh ബാറ്ററിയും 48 MP ക്യാമറയും. ഇത് ഈ സൈഡിലും കമ്പനിയുടെയും ഇതിൻ്റെയൊക്കെ മാർക്കിംഗ് ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും കവർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിച്ച് ഫോൺ പുറത്തെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാ നല്ല തിളങ്ങുന്ന ബ്ലാക്ക് കളർ ഫോൺ. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് SaMOLED FHD ഡിസ്പ്ലേ ആണ്. 6.4 ഇഞ്ച് വലിപ്പമുള്ള ഡിസ്പ്ലേ, ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ ട്രിപ്പിൾ ക്യാമറ ഉണ്ട്. അതിൽ ഒന്ന് 48 MP ക്യാമറയാണ് മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഫോൺ ഇതാ നല്ല പ്ലാസ്റ്റിക് കവറിൽ ലാമിനേറ്റ് ചെയ്ത പോലെ കവർ ചെയ്തിട്ടാണുള്ളത്. നമുക്ക് ഈ കവർ ഓപ്പൺ ചെയ്യാം. ഈ മൊബൈലിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് 6000 mAh ബാറ്ററിയാണ്. അത്രയും വലിയൊരു ബാറ്ററി ഉണ്ടായിട്ടും ഈ ഫോൺ അത്ര ഒരു വെയിറ്റ് തോന്നിക്കുന്നില്ല ശരിക്കും. 6000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ നല്ലൊരു വെയിറ്റ് ഞാനായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫോണാണ്. ഇവിടെ നമുക്ക് സ്റ്റിക്കർ കാണാം. ഇതിലാണ് IMEI നമ്പറൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കണം. വാറണ്ടി ഒക്കെ വേണമെങ്കിൽ ഇത് യൂസാണ്. അപ്പോൾ നമുക്ക് വേറെ മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെ മൊബൈൽ റെഡിയായി. ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് കാണാം ഒരു ബ്ലാക്കും ബ്ലൂവും ചേർന്നൊരു ഷെയ്ഡുള്ള കളറാണ്. ബാക്കിൽ ഫിംഗർ പ്രിൻ്റ് ടച്ച് പാഡൊക്കെ കാണാം. പിന്നെ ഇതാ ഫ്രണ്ട് ഫേസ് ക്യാമറ 16 MP ആണ്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് പവർ ഓൺ ബട്ടൺ ഉള്ളത്. അതിന് മുകളിലായിട്ട് തന്നെ വോളിയം കൺട്രോൾ ബട്ടൺ ഉണ്ട്. ഇതാ നമുക്ക് സ്റ്റാർട്ടായി ഫോൺ. അപ്പോൾ സാംസങ് ഗാലക്സി M30S എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സാംസങ് ഗാലക്സി M30S നമുക്ക് 2 ഓപ്ഷൻ കിട്ടുന്നുണ്ട്. 6GB റാം ഉള്ളതും 4GB റാം ഉള്ളതും. അപ്പോൾ 6GB റാം ഉള്ളതിന് ആമസോൺ പ്രൈസ് 16,999 ആണ്. 4GB റാം ഉള്ളതിനാണെങ്കിൽ 13,999 ആണ്. അപ്പോൾ നമ്മൾ ഫോൺ ഇതാ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്കിനി ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യണം. ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാം. ഇതിൽ വേറൊരു സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ട്രിപ്പിൾ സ്ലോട്ട് സിമ്മാണുള്ളത്. അതായത് 2 ഡുവൽ സിം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇടുകയും ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് മെമ്മറി കാർഡിൻ്റെ വേറൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രിപ്പിൾ സ്ലോട്ടഡ് സിം ഫെസിലിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് 6000 mAh ബാറ്ററി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 156 ഗ്രാം മാത്രമേ ഈ ഫോണിൻ്റെ ടോട്ടൽ വെയിറ്റ് ഉള്ളൂ. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒക്ടാകോർ പ്രൊസസ്സറാണ്. ഇത് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്, റിവ്യൂ വീഡിയോ അല്ല. അപ്പോൾ ഇത് കുറച്ചു കാലം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റിവ്യൂ ആയിട്ട് വേറൊരു വീഡിയോയിൽ നമ്മൾ വരും. ഇതിൽ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് റിവ്യൂ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. ഇനി നമുക്ക് ബോക്സിൽ ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ചാർജർ ഉണ്ട് ഇതിൻ്റെ കൂടെ. 15 വോൾട്ടിൻ്റെ ചാർജറാണ്. കാരണം 6000 mAh ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ അതിന് മാത്രമുള്ള സൂപ്പർ ചാർജിങ് ആയിട്ടുള്ള ചാർജർ ഉണ്ട്. ഡാറ്റ കേബിൾ കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈപ്പ് C കേബിളാണ് ഇത്. നമുക്ക് നോർമൽ എല്ലാ ഫോണിൻ്റെ കൂടെ ഉള്ള സെയിം അതേ ടൈപ്പാണ്. ഇനി ബാക്കി എന്തെങ്കിലും ബോക്സിലുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഭാഗത്ത് എന്തോ ഒരു സാധനം കൂടി കാണുന്നുണ്ട്. ഇത് ഒരു ചെറിയൊരു പൗച്ചാണ്. ഇത് സിം സ്ലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം.
ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നോക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ ഫോണിൻ്റെ യൂസർ മാനുവലൊക്കെ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫോണിൻ്റെ ബാക്ക് കവറൊന്നും കിട്ടുന്നില്ല, അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.